ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽസിന്റെ സബ്ട്രാക്ഷനെ പറ്റിയാണ്. അപ്പം കഴിഞ്ഞ പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് ഡെസിമൽസിന്റെ അഡീഷൻ ആയിരുന്നു. ഇതിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫ്രം ആൻ 8.5 centimeters long ഈർക്കിൽ a 3.2 centimeters long piece is broken off. അപ്പൊ നമ്മുടെ കയ്യിൽ 8.5 centimeter ലെങ്ത് ഉള്ള ഒരു ഈർക്കിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3.2 centimeters മുറിഞ്ഞുപോയി അല്ലെ. 3.2 ഇവിടെ നിന്ന് മുറിഞ്ഞുപോയി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പീസ്? അപ്പം ടോട്ടൽ ഉണ്ടായിരുന്ന 8.5 നിന്ന് ഈ 3.2 സബ്ട്രാക്ട് ചെയ്താലാണ് ബാക്കിയുള്ള പോർഷന്റെ ഈ പോർഷന്റെ ലെങ്ത് കിട്ടുന്നത് അല്ലെ. അപ്പം 8.5 നിന്ന് നമ്മൾ 3.2 സബ്ട്രാക്ട് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേപോലെ തന്നെ, അതായത് ഡെസിമൽ പോയിന്റ്സ് നേരെ വെർട്ടിക്കലി അലൈൻഡ് ആയിട്ട് ഇരിക്കണം. കണ്ടോ, ഡെസിമൽ പോയിന്റ്സ് നേരെ മുകളിലും താഴെയായിട്ട് വെക്കാവുള്ളൂ. എന്നിട്ട് സബ്ട്രാക്ഷൻ സാധാരണ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്ന പോലെയാണ്. 5 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തു, അപ്പൊ 3 വന്നു. 8 നിന്ന് 3 സബ്ട്രാക്ട് ചെയ്തു, 5. അപ്പം 5.3 സെന്റിമീറ്റേഴ്സ് ആണ് ബാക്കിയുള്ളത്. അടുത്തത്, there is a 15 kilograms of rice in a sack. അപ്പൊ ഒരു ചാക്കിനകത്ത് 15 kilograms റൈസ് ഉണ്ട്. 4.25 kilograms from this is put in a bag. അപ്പം ഈ ഒരു 15 കിലോഗ്രാമിൽ നിന്ന് 4.25 കിലോഗ്രാം വേറൊരു ബാഗിനകത്തോട്ട് ഇട്ടു. ഹൗ മച്ച് റൈസ് റിമെയിൻസ് ഇൻ ദ സാക്ക്? അപ്പൊ ചാക്കിനകത്ത് ബാക്കി എത്ര ഉണ്ടെന്നാ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് 15, എടുത്തുകൊണ്ട് പോയത് 4.25. അപ്പം 15 നിന്ന് 4.25 സബ്ട്രാക്ട് ചെയ്യണം. 15 എന്ന് പറയുന്ന നമ്പറിലെ ഡെസിമൽ ശരിക്കും ഇവിടെ ആയിരിക്കുന്നത് അല്ലെ. ഡെസിമൽ നമ്മളൊരു മാർക്കറ്റിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ 5 rupees അല്ലെങ്കിൽ 15 rupeesന്റെ ഐറ്റം വാങ്ങിച്ചാൽ ബില്ല് നോക്കിയാൽ 15.00 എന്ന് കാണാം അല്ലെ. അപ്പൊ 15 എന്ന് വെറുതെ പറയുന്ന നമ്പറിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഡെസിമൽ ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ 2 0 ഇട്ട് കൊടുക്കാം, കാരണം നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനുള്ളത് 4.25 ആണ്. 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ഷൻ തെറ്റാണ്ടിരിക്കാൻ നമുക്ക് ഇവിടെ 0 ഇട്ട് കൊടുക്കാം. ഇനി നോർമൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. 0യിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ ക്യാരി എടുക്കണം അല്ലെ. ഇവിടുന്ന് 5ൽ നിന്ന് 1 എടുക്കാം. അപ്പൊ ഇവിടെ 4 ആയി. അവിടുന്ന് 1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ 10 ആവും. എന്നിട്ടോ 10 ആയിട്ട് അവിടെ നിർത്തുവല്ല, ആ 10ൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഇവിടെ 9 ആവും അല്ലെ. ഈ 10ൽ നിന്ന് 1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 10 ആയി. ഇങ്ങനെയല്ലേ നമ്മൾ ക്യാരി ചെയ്യാറ്. ഇനി 10ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5. ഇനി ഇവിടെ ഉള്ളത് 9 ആണ്. 9ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7. ആൻഡ് 4ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. 1ൽ നിന്ന് ഇവിടെ 0 അല്ലേ. അപ്പൊ 1ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1. 10.75 kg റൈസ് ആണ് ഇപ്പൊ ബാക്കിയുള്ളത്. From a road 14.7 meters long, a piece 7.75 meter long is cut off. 14.7 meter ലെങ്ത് ഉണ്ടായിരുന്ന ഒരു റോഡിൽ നിന്ന് 7.75 മീറ്റർ ആണ് 7.75 മീറ്റർ ആണ് മുറിച്ചെടുത്തത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പീസ്? അപ്പൊ ബാക്കിയുള്ളത് എത്രയാന്ന് കിട്ടണമെങ്കിൽ വി ഹാവ് ടു സബ്ട്രാക്ട് അല്ലേ. അപ്പം 14.7 എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. പക്ഷെ 7.75 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അതുകൊണ്ട് സബ്ട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ഒരു 0 ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുവാണ്. ഡെസിമൽ പ്ലേസസ് എപ്പോഴും മുകളിലും താഴെയായിട്ട് കണ്ടോ വെർട്ടിക്കലി അലൈൻഡ് ആയിട്ട് തന്നെ കിടക്കണം. ഇനി സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പം 0യിൽ നിന്ന് 5 സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നടക്കത്തില്ല അല്ലെ. 0 ഈസ് ലെസ്. അതുകൊണ്ട് ഞാൻ 7 കട്ട് ചെയ്തിട്ട് എന്താക്കണം, ഇവിടെ 6 ആക്കണം. എന്നിട്ട് ഇവിടുന്ന് എടുത്ത 1 എടുത്ത് ഞാൻ ഇപ്പുറത്ത് കൊടുക്കണം അല്ലെ. അപ്പൊ ഇവിടെ 10 ആവുമല്ലോ. അപ്പൊ 10 മൈനസ് 5 ഇവിടെ 5 എന്ന് വന്നു. ഇനി 6ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യാൻ പോകുമ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലുള്ള 4നെ കട്ട് ചെയ്തിട്ട് ഇവിടെ 3 ആക്കാം. ഇവിടുന്നുള്ള 1 എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാം. അപ്പൊ അവിടെ 16 ആവില്ലേ. 16ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോഴോ 9 കിട്ടും അല്ലെ. ഓക്കെ. ഇനി 3ൽ നിന്ന് 7 കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യാൻ 3 ലെസ് അല്ലേ. അതുകൊണ്ട് 13 ആക്കി എടുക്കാം. 13ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 6 എന്ന് വരും. 6.95 മീറ്റർ ആണ് ബാക്കിയുള്ളത്. അടുത്തത്, there was 38.7 kilograms of rice in a sack and 12.350 kilograms of this is used up. How much rice remains in the sack? അപ്പൊ ആദ്യം ചാക്കിനകത്ത് 38.7 കിലോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്തതായിട്ട് പറഞ്ഞത് 12.350. ഈ 0 ഇവിടെ എഴുതിയില്ലാന്ന്
എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒരുപോലെയാണ്. ആ സീറോയ്ക്ക് വലിയ വാല്യൂ ഇല്ല. അപ്പൊ 12.35 ആണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇതാണ് സബ്ട്രാക്ട് ചെയ്യാനുള്ളത് അല്ലേ. ഇവിടെ ഡെസിമൽ പോയിന്റ്സ് കറക്റ്റ് വെർട്ടിക്കലി മുകളിലും താഴെയായിട്ട് എഴുതി. 7 ഇവിടെ ആണെങ്കിൽ ഒരു ഡെസിമൽ പ്ലേസിന്റെ കുറവുണ്ടല്ലോ, എന്നാൽ ഒരു സീറോ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യുവാണ്. അപ്പൊ അഗൈൻ സീറോയിൽ നിന്ന് നമുക്ക് 5 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കട്ട് ചെയ്തു 6 ആക്കി. അപ്പൊ ഇവിടെയോ, ഇവിടെ 10 ആയി. 10ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 എന്ന് വന്നു. 6ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3. 8ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 ആൻഡ് 3ൽ നിന്ന് 1 2. അപ്പോൾ 2.35 കിലോഗ്രാം റൈസ് ആണ് ബാക്കി. ഈ ഒരു ക്വസ്റ്റ്യനിൽ റെക്ടാംഗിളിനെ പറ്റിയാ പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 24 സെന്റിമീറ്റേഴ്സ്. അപ്പൊ ഒരു റെക്ടാംഗിൾ ഉണ്ട്, അതിന്റെ പെരിമീറ്റർ അല്ലേ. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ അതിന് ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. ഇവിടെയും ലെങ്ത് ഉണ്ടാവും, ഇവിടെയും ബ്രെഡ്ത്ത് ഉണ്ടാവും. അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ എല്ലാ ബൗണ്ടറിയിലുള്ള എല്ലാ ലെങ്ത്തും കൂടി ആഡ് ചെയ്യുന്നതിനാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ആ പെരിമീറ്റർ ആണ് 24 സെന്റിമീറ്റർ ആണെന്ന് തന്നിരിക്കുന്നത്. പെരിമീറ്ററിന് ഷോർട്ട് ആയിട്ട് പി എന്ന് എഴുതിയേ ഉള്ളൂ കേട്ടോ. ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 6.4. അപ്പോൾ ഒരു സൈഡിന്റെ ലെങ്ത് 6.4 സെന്റിമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഈ ഒരു ലെങ്ത്, ഈ താഴെയുള്ള ലെങ്ത് 6.4 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ മുകളിലും ഉണ്ടാവും അല്ലെ 6.4 സെന്റിമീറ്റർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ സൈഡ്. അപ്പൊ ഈ ഒരു ഫിഗർ അനുസരിച്ചിട്ടാണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാണെന്നാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെരിമീറ്ററിനെ നമ്മൾ പണ്ട് പഠിച്ചേക്കുന്നത് എങ്ങനെയായിരുന്നു, എല്ലാ മെഷേഴ്സും അല്ലെ ബൗണ്ടറിയിലുള്ള എല്ലാ ലെങ്ത്തും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എൽ ഉണ്ട് ഒരു പ്രാവശ്യം ലെങ്ത്, അത് 2 പ്രാവശ്യം വരും അല്ലെ. താഴെയും ഉണ്ട് ഒരു ലെങ്ത്, ബ്രെഡ്ത്ത് ഏതാണോ ആ നമ്പർ 2 പ്രാവശ്യം ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് 24. അതായത് 2 പ്രാവശ്യം ലെങ്ത്തും 2 പ്രാവശ്യം ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം. ഇപ്പൊ 2 പ്രാവശ്യം ലെങ്ത്തും 2 പ്രാവശ്യം ബ്രെഡ്ത്തും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പെരിമീറ്റർ ആണല്ലോ. ഇത് വേറൊരു തരത്തിലും പറയാം. ഇവിടെ 2 ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് കണ്ടോ. അതുകൊണ്ട് 2 ടൈംസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. ഇങ്ങനെയും പറയാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും ചില കുട്ടികളൊക്കെ. 2 ടൈംസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ എന്ന്. ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് ആ ഇക്വേഷൻ അങ്ങനെ പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് എങ്ങനെയാ ഇക്വേഷൻ വന്നേ എന്ന് മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആണ് നമുക്ക് പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, 2 കൊണ്ട് ഏതോ നമ്പർ, ഈ ബ്രാക്കറ്റിനകത്ത് ഏതോ ഒരു നമ്പർ ഉണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 24 കിട്ടി. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടേണ്ടത്. അതായത് നമ്മൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത് അല്ലേ. ആ 2നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. റൈറ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എന്താവും, ഡിവിഷൻ ആവും. അപ്പൊ 24 ഡിവൈഡ് ബൈ 2, 24ന്റെ ഹാഫ് എന്നും പറയാം അല്ലെ. 24ന്റെ ഹാഫ് 12 ആണ്. ഇത് ക്ലിയർ അല്ലേ. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടണം എന്നാണ് നമുക്കിപ്പോ മനസ്സിലായത്. ക്വസ്റ്റിനകത്ത് ഓൾറെഡി ലെങ്ത് എന്ന് പറയുന്നത് 6.4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6.4 പ്ലസ് ഈ ബ്രെഡ്ത്ത് നമുക്ക് അറിയത്തില്ല, ഈ ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്യുന്നതാണ് 12 എന്ന് കിട്ടേണ്ടത്. അപ്പൊ ഈ ബ്രെഡ്ത്ത് ആണ് ഇപ്പൊ എത്രയാന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പൊ ബ്രെഡ്ത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 6.4 ഇല്ലേ, 6.4നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ഇവിടെ 6.4ന്റെ ജോലി അഡീഷൻ ആണ്, പ്ലസ് ആണ്. ത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് സബ്ട്രാക്ഷൻ ആവും. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 12 മൈനസ് 6.4 അത്രയും സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ 12ൽ നിന്നാണ് 6.4 സബ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലേ. 12 എന്ന് പറയുന്ന നമ്പറിന് ഡെസിമൽ പ്ലേസ് ഇപ്പൊ കാണാനില്ലല്ലോ, ഒരു ഡെസിമൽ പോയിന്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഡെസിമൽ ഇവിടെ ഇട്ട് കൊടുക്കാം, എന്നിട്ടൊരു സീറോയും ഇട്ട് കൊടുക്കാം. കാരണം സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്ന ആൾക്ക് ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. എന്നിട്ട് ഡെസിമൽ നമ്പേഴ്സ് ഇതുപോലെ ഡെസിമൽസ് കറക്റ്റ് ആയിട്ട് വെർട്ടിക്കലി അലൈൻഡ് ആയിട്ട് ഇടണം. ഇനി സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. 2ൽ നിന്ന് അത് എന്തിനാ എടുക്കുന്നതെന്ന് വെച്ചാൽ 0ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 2ൽ നിന്ന് ഞാൻ ഒരു 1 അങ്ങോട്ട് കൊടുക്കണം അല്ലെ. അങ്ങനെ ഇവിടെ 10 ആക്കണം. അപ്പൊ 2ൽ നിന്ന് ഒരു 1 പോയാൽ ഇവിടെ 1 ആയിട്ടുണ്ട്. 10ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യാം. 10ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 എന്ന് വന്നു. ഡെസിമൽ പ്ലേസ് അതുപോലെ ഇട്ടു. ഇനി 1ൽ നിന്ന് 6 പറ്റത്തില്ല, അപ്പൊ നമുക്ക് ഇത് 11 ആയിട്ട് എടുക്കാം. 11ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പൊ 5.6 സെന്റിമീറ്റേഴ്സ് ആയിരുന്നു ദ അതർ സൈഡ് ലെങ്ത്. There was 2.5 liters of oil in a bottle and 0.5
475 liters of this was used for cooking. How much oil is left in the bottle? അപ്പൊ 2.5 ലിറ്റേഴ്സ് ഉണ്ടായിരുന്നു, 2.50 ലിറ്റേഴ്സ് ഉണ്ടായിരുന്നു അത്രേ. അതിൽ നിന്ന് യൂസ് ചെയ്തത് 0.475 ലിറ്റേഴ്സ് ആണ് യൂസ് ചെയ്തത്. എന്നിട്ട് ബാക്കിയുള്ളത് എത്രയാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പൊ ഡെസിമൽ പോയിന്റ്സ് കറക്റ്റ് വെർട്ടിക്കലി മുകളിലും താഴെയായിട്ട് എഴുതി. ഇവിടെ 475 3 ഡെസിമൽ പ്ലേസസ് ഉണ്ട്, ഇവിടെ 50 2 ഡെസിമൽ പ്ലേസേ ഉള്ളൂ, അപ്പോൾ ഒരു സീറോയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നോർമലി സബ്ട്രാക്ട് ചെയ്യാം. 0യിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, ഇപ്പുറത്തും 0 ആണ്, അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങ് എടുക്കും അല്ലെ. ഒരു 1നെ ഇവിടെ 4 ആവും, 5 4 ആവും, ഒരു 1 എടുത്ത് ഇവിടെ 10 ആക്കും. പക്ഷെ 10 എന്ന് ഇവിടെ എഴുതി നിർത്തരുത്, കാരണം അവിടെ നിന്ന് ഒരു 1 കൂടി ഇപ്പുറത്തോട്ട് എടുക്കണം അല്ലെ. അപ്പൊ 10 എന്നുള്ളത് മാറിയിട്ട് അവിടുന്ന് ഒരു 1 പോയി, 10ൽ നിന്ന് 1 പോയാൽ ബാക്കി 9 ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങിപ്പോയ 1 ആണ് ഇങ്ങോട്ട് വന്നിട്ട് 10 ആവുന്നത്. ഇനി സബ്ട്രാക്ട് ചെയ്യാം. 10ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5, 9ൽ നിന്ന് 7 പോയാൽ 2, 4ൽ നിന്ന് 4 പോയാൽ 0, ആൻഡ് ദെൻ 2ൽ നിന്ന് 0 പോയാൽ 2. അപ്പൊ 2.025 ലിറ്റേഴ്സ് ഓഫ് ഓയിൽ ആണ് ബാക്കിയുള്ളത്. ഇനി നമ്മുടെ ടെക്സ്റ്റിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് നമ്പർ വി മസ്റ്റ് ആഡ് ടു 14.32 ടു ഗെറ്റ് 16.43? വാട്ട് നമ്പർ വി ഹാവ് ടു ആഡ്? അപ്പം 14.32 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യണം. എന്നിട്ട് ആരെ കിട്ടണം? 16.43 കിട്ടണം. അപ്പൊ ഇവിടെ ഉള്ളയാൾ മിസ്സിംഗ് ആണ് അല്ലെ, ഇയാളെയാണ് ഇപ്പൊ കണ്ടുപിടിക്കേണ്ടത്. ഈ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത നമ്പർ ഇല്ലേ, ഈ നമ്പറിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഈ അറിയാത്ത നമ്പർ ഇല്ലേ, ദ മിസ്സിംഗ് നമ്പർ, അത് ഇവിടെ ഒറ്റയ്ക്കായിക്കോളും. അപ്പം ഐസൊലേറ്റ് ചെയ്യുവാണ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ 14.32 ഇവിടെ ആഡീഷൻ ആണ്, പോസിറ്റീവ് നമ്പർ ആണ്, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും അത് സബ്ട്രാക്ഷൻ ആവും അല്ലെ. പ്ലസ് എന്നുള്ളത് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അതായത് 16.43യിൽ നിന്ന് 14.32 ആണ് നമ്മളിപ്പോ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 3ൽ നിന്ന് 2 പോയാൽ 1, 4ൽ നിന്ന് 3 പോയാൽ 1, 6ൽ നിന്ന് 4 പോയാൽ 2, 1ൽ നിന്ന് 1 പോയാൽ 0. സോ 2.11 ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട നമ്പർ എന്ന് മനസ്സിലായി. കുട്ടികൾക്കെല്ലാം ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.